ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഷീൻ്റെ അൺബോക്സിങ് പ്ലസ് നിങ്ങളുടെ ഗിവ് അവയുടെ ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കുള്ള ഗിവ് അവയുടെ ഐറ്റംസ് ആണ് ഞാനിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഓരോ സെക്ഷൻ വൈസ് ഞാൻ തിരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു വിടണമല്ലോ, കാരണം ഞാനിപ്പോൾ നാട്ടിലല്ല, ഉള്ളത് ദുബായിലാണ്. സോ അതിൻ്റെ പാക്കിംഗ് ആണ് ഈ കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി വരാൻ പോകുന്ന ഗിവ് അവയുടെ നമ്പർ ഓഫ് ഐറ്റംസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2 ബേബീസിനെ. അവർക്കുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മിസ്റ്ററി ബോക്സ്. മിസ്റ്ററി ബോക്സ് ഇസ് നോട്ട് എനി മോർ മിസ്റ്ററി. ഇനി നമുക്ക് വരാൻ പോകുന്ന ഗിവ് അവയുടെ ഐറ്റംസ് പാക്ക് ചെയ്യാം. ഗൈസ്, ഇനി വരാൻ പോകുന്ന ഗിവ് അവേയിലൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ വിന്നറായി പ്രഖ്യാപിച്ചാൽ പോലും ഈ ഒരു ഗിവ് അവേ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ തിരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഒരു ബുക്ക് ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, ഇതൊരു ജ്വല്ലറി ബോക്സ് ആണ്. എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ ബാക്കി നിന്നിട്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് ഇത് ആക്ച്വലി നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ ഇടാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുടി കെട്ടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് കയ്യിലിടുന്നതും മുടി കെട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു കേബിൾ പോലത്തെ സാധനമാണ് കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ദ അതർ വൺ ഹെയറിലിടുന്ന വൺ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ അപ്പം ഞാൻ അത് കുറച്ചധികം ഇതിനകത്ത് പാക്ക് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കുക്കീസ്, നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമായ കുക്കീസ്, ഇത് ആക്ച്വലി ഒരു മിററും കോംബോ ആണ്, അത് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ 2 ക്യൂട്ട് കൊറിയൻ ഹെയർ ബൺ, ഓക്കെ, ഇത് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റ്സ് ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം ചോക്ലേറ്റ്സ് വാങ്ങിച്ചില്ല, കാരണം ഞാൻ ചോക്ലേറ്റ്സ് നാളെ വാങ്ങിക്കത്തുള്ളൂ. കാരണം അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പം മറ്റന്നാൾക്ക് ഇവിടെ നിന്ന് കൊടുത്തു വിടും. ബട്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം വിന്നറിനെയൊക്കെ ചൂസ് ചെയ്തതിന് ശേഷം അല്ലേ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പം അത്രയും കാലതാമസം വരുമ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും ചീത്തയായി പോകാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ്സ് തൽക്കാലം വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ചോക്ലേറ്റ്സ് ഞാൻ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ചോക്ലേറ്റ്സ് ഇല്ലാത്ത എന്ത് ഗീവ് അവേ അല്ലേ. അപ്പോൾ ഇനി അടുത്ത ഗീവ് അവേ ഒക്കെ ഞാൻ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓരോന്നാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇപ്പം ഞാൻ 2 കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗീവ് അവേ ഞാൻ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഗൈസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സിമ്പിളാണ്. നിങ്ങൾ 10 പേർക്ക് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ മാക്സിമം ഓരോ ഗിവ് അവയുടെ അടിയിലും വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. പാക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ കുറേ ഗിവ് അവേസ് ആയി കേട്ടോ. ഇപ്പോൾ തന്നെ കുറേ ഗിവ് അവയുടെ ഐറ്റംസ് ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വീഡിയോസിലൊക്കെ നമ്മുടെ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മിനിമം ഒരു 10 ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവസാനം നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ ആ വിന്നറിൻ്റെ അടുത്ത് ഞാൻ സ്ക്രീൻഷോട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഈ 10 പേർക്ക് ഫോർവേഡ് ചെയ്ത സ്ക്രീൻഷോട്ട് ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ അഥവാ നിങ്ങളെയാണ് ഞാൻ വിന്നറായി പ്രഖ്യാപിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് എന്തായാലും പ്രൊവൈഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ വിന്നറിനെ മാറ്റി പിടിക്കും കേട്ടോ. നിങ്ങളത് ആ ഒരു സ്പോട്ടിലാണ് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും, വെരിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ 10 പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ കമൻ്റ് ഇടുന്നതിനോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസ് നമുക്കിനി നോക്കാം. ബാക്കി ഗിവ് അവേ ഐറ്റംസും കൂടി ഞാൻ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ 3rd ഗിഫ്റ്റാണ് ഗൈസ്. ഇത്തവണ എൻ്റെ എല്ലാ ഗിവ് അവേ
വീഡിയോസും ഷൂട്ട് ചെയ്ത് തരുന്നുണ്ട് ഇക്കുവാണ് കേട്ടോ. ഇത്തവണ നമ്മൾ ഗിംപലിൻ്റെ സഹായത്തോടു കൂടിയല്ല. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഇക്കുൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക എത്രത്തോളം കഠിനമാണെന്നുള്ളത്. ലൈക്കോ കഠിനം കട്ടി, ഐ മീൻ ക്ഷമ കൂടുതലാണെന്ന് എങ്ങനെ പറയാ? ക്ഷമ ഇത്രത്തോളം കൂടുതലാണെന്ന്. ക്ഷമ അത്ര കൂടുതലൊന്നും ഇല്ല എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ലേ? നോക്ക് എന്നോട് തർക്കിക്കുന്നത്. ആക്ച്വലി അതെ, ക്ഷമ നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ എടുത്ത് വരുന്നത്. എൻ്റെ കുട്ടി സന്തോഷം. പിന്നെ ഇക്കുനും ഉണ്ട് ഈ ഒരു ഗിവ് അവേയിൽ ഹാപ്പിനെസ് അല്ലേ. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അല്ലേ എന്നോർത്തിട്ട് ഇക്കു തന്നെയാണ് നമുക്കിതിന് ഫണ്ട് തന്നതും, ഇക്കു തന്നെയാണ് നമുക്കിതിന് വീഡിയോ എടുത്ത് തരുന്നതൊക്കെ. അപ്പോൾ ആ ഹാപ്പിനെസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. മാക്സിമം നമ്മുടെ ചാനലൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, കുറേ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക. ഓക്കെ, അതുപോലെ മാക്സിമം കമൻ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ഗിവ് അവേയുടെ എണ്ണം കൂട്ടാൻ പറ്റും, ഗിവ് അവേയുടെ ഐറ്റംസ് കൂട്ടാൻ പറ്റും. വലിയ വലിയ ഗിവ് അവേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് തരാൻ ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും, നമ്മുടെ വ്യൂവേഴ്സ് കൂടുന്തോറുമാണ് നമുക്കതിന് പറ്റുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിവ് അവേ ഐറ്റംസ്. ഇനി ഒരു ഐറ്റം കൂടി വരാനുണ്ട്, അത് നമുക്ക് വഴിയെ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ ഇത് മാത്രം. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് കേട്ടോ ആ ഒരു ഡ്രസ്സ്. ഈ ഒരു ക്ലോത്ത് പക്ഷെ നിങ്ങൾ ഒരു ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഒരു പശ പോവുക. കാരണം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ദിസ് ക്ലോത്ത് ഇസ് ഹാവിങ് എ ലോട്ട് ഓഫ് പശ ഇൻ ഇറ്റ്. ഇതാണ് ആ ഡ്രസ്സ്. ഇത് നമ്മുടെ മിന്നുകുട്ടിക്ക് കിട്ടിയ ഗിവ് അവേയിലെ നമ്മുടെ ബേബി ബോയിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ബേബി ബോയ്, മിന്നുകുട്ടിയുടെ ബേബി ബോയ്ക്കുള്ള ഗിവ് അവേ ഐറ്റംസ് ആണ്. കുറച്ച് 2 ഡ്രസ്സ് ഉണ്ട്, പിന്നെ മിന്നുകുട്ടിക്കൊരു മാസ്ക് ആണ്, പിന്നെ നമ്മുടെ ബേബിക്ക് ഇടാൻ ലോണ്ട്രി ബോക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു 2 ഡ്രസ്സിന് മാച്ചായിട്ട് ഞാൻ 2 സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 സോക്സ് ഞാൻ ഒരുമിച്ചൊരു പാക്കറ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ ബോഡി മിസ്റ്റാണ്. ഇത് ബേബിയുടെ ബോഡിയിൽ നമുക്ക് ഡയറക്റ്റ് അടിക്കാൻ പറ്റും, നല്ല മണമാണ് ഇതിന്. ഓക്കെ, ഇത് നമ്മൾ ബേബിയുടെ ബോഡിയിലോ ഡ്രസ്സിലോ ഒക്കെ നമുക്ക് അടിക്കാം, തലയിലൊക്കെ വേണ്ട നമുക്ക് അടിച്ചു കൊടുക്കുക. ഓവറാക്കി അടിക്കാതിരിക്കുക, കണ്ണിൽ പോകാണ്ട് നോക്കുക. അതിന് നല്ല പ്രത്യേക മണമാണ്. ഇത് തന്നെ ഹെസ് ബേബി യൂസ് ചെയ്യുന്ന സെയിം ഡിഫറെൻറ്റ് മണമാണ്, പക്ഷേ സെയിം പ്രോഡക്റ്റ് തന്നെയാണ് അവൾ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു മണമാണ്. അപ്പം ബേബിനെ ഞാൻ പല സ്ഥലത്തും കൊണ്ടുപോകുമ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട്, ബേബിയുടെ മണത്തിൻ്റെ പ്രത്യേകത എന്താ, എന്ത് ഷാമ്പൂ, എന്ത് സോപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി സോപ്പല്ല, ഞാൻ ഈ ഒരു ഹലോ കിറ്റിയുടെ ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നല്ലൊരു നെയിൽ കട്ടറിൻ്റെ സെറ്റ് ഉണ്ട് ബേബിക്കുള്ളത്. പിന്നെ നല്ലൊരു കോംബോ ഉണ്ട്, ബേബിയുടെ തല ഒട്ടും നോവാണ്ട് ഇങ്ങനെ ബബിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു കോമ്പുണ്ട്, ഒരു കുട്ടി കോമ്പ്. ഇത് നമുക്ക് ബാഗിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ബേബി ബോയ്ക്ക് നമ്മൾ കരുതിയിട്ടുള്ളത്. അപ്പോൾ മിന്നുകുട്ടിയുടെ കുഞ്ഞുവാവയ്ക്കുള്ളതാണ് ഇത്ര ഐറ്റംസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഗിവ് അവേയുടെ ഫുൾ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇക്കൊരു എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനുണ്ടോ, ഇക്കൊരു എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റോ. ഗൈസ്, എനിക്ക് പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള കുറേ ആൾക്കാർക്ക്, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മാക്സിമം ഫോളോവേഴ്സിനെ കൂട്ടുക, നമുക്ക് മാക്സിമം വ്യൂസ് കൂട്ടുക.
മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ ഗിവ് അവേയിലും ഒരിക്കൽ കിട്ടാത്തവർ എന്തായാലും വിഷമിക്കരുത്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ ഈ ഒരു ഗിവ് അവേ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നൊന്നുമില്ല. ഇനി മുന്നോട്ട് പോകുന്നതോറും നമ്മൾ ഗിവ് അവേയുടെ ഐറ്റംസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ നമ്മൾ UAE-ലായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവരുടെ കയ്യിൽ മാർക്ക് ചെയ്തൊക്കെയാണ് ഇത്രയും ഗിവ് അവേയുടെ ഐറ്റംസ് നമ്മൾ കൊടുത്തു വിടുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഭദ്രമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ആയിരുന്നാലും വിന്നേഴ്സ് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങൾ ആശംസിക്കുന്നു അല്ലേക്കോ. അപ്പം മാക്സിമം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറണം നമ്മുടെ ചാനലിൽ. അതിൽ എൻ്റെ വിന്നേഴ്സായിട്ട് വന്ന ആൾക്കാരും വിന്നേഴ്സ് ആവാൻ പോകുന്ന ആൾക്കാരും കൂടി ശ്രമിച്ചാലേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗിവ് അവേയുടെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കുറേ കൂടെ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, കുറേ കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് ചോക്ലേറ്റ്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ഗിവ് അവേ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്ര ഗിവ് അവേ ഐറ്റംസാണ് ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങളൊരു 10 പേർക്ക് വീതം നമ്മുടെ ചാനലിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങളെയാണ് ഞാൻ വിന്നറായി പ്രഖ്യാപിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട്സ് പ്രൊവൈഡ് ചെയ്യണം. ഇല്ലാത്ത പക്ഷം ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത പക്ഷം അപ്പോഴെടുത്ത സ്ക്രീൻഷോട്ടാണ് എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ വേറെ വിന്നേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് നേരത്തെ കൂട്ടി നിങ്ങളത് എടുത്ത് വെക്കുക. നിങ്ങൾ 10 പേർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ സബ്സ്ക്രൈബർ ആയിരിക്കുക. മാക്സിമം ഞാനിടുന്ന ഓരോ ഗിവ് അവേയുടെ അടിയിലും വന്നിട്ട് മാക്സിമം നിങ്ങൾ കമൻ്റ് ഇടുക. എന്നാൽ മാത്രമാണ് കമൻറ്റ് പിക്കറിലൂടെ നിങ്ങളെ കമൻറ്റ് പിക്കായി വരുള്ളൂ. കമൻറ്റ് പിക്കർ ഓട്ടോമാറ്റിക്കലി കമൻറ്റ്സ് പിക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ കമൻറ്റ്സ് പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, മാക്സിമം കമൻ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇത് പിന്നെ നമ്മുടെ ദേവലക്ഷ്മി വിന്നറായിട്ടുള്ള മിസ്റ്ററി ബോക്സിൻ്റെ വിന്നറായ ദേവലക്ഷ്മിക്ക് ബേബി ഗേളാണുള്ളത്. അപ്പോൾ ഇത് ബേബി ഗേളിനുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് നമ്മുടെ മിന്നുക്കുട്ടി വിൻ ചെയ്തിട്ടുണ്ട്. മിന്നുക്കുട്ടിക്കുള്ളത് ബേബി ബോയ് ആണ്. അപ്പോൾ ബേബി ബോയ്ക്കുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ വലിയവർക്കുള്ള ഗിവ് അവേ ഐറ്റംസ് ആണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എൻ നമ്പർ ഓഫ് സപ്പോർട്ട്.